വെൽക്കം ടു മഗൂസ് വേൾഡ്. എല്ലാവർക്കും മഗൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. വേറെ ഒന്നുമല്ല, വാട്ടുകപ്പ വറുത്ത് പൊടിച്ചതാണ്. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്കക്കപ്പ ഉണ്ടല്ലോ, നമ്മുടെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, ഉപ്പേരിക്കപ്പ. അത് വറുത്ത് പൊടിച്ചതാണ്. അല്ലാതെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇത് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ വാട്ടുകപ്പ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായപ്പം കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് വറുത്തെടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കപ്പയേ ഉള്ളൂ. ഞങ്ങൾ കപ്പയൊക്കെ തീർന്നു. ഇനി മമ്മിയുടെ അടുത്ത് പോയിട്ട് വേണം കപ്പ കൊണ്ടുവരാനായിട്ട്. കൊണ്ടുവന്നതൊക്കെ തീർന്നു പോയി. ഇതുപോലൊക്കെ ചെയ്ത് കഴിച്ച് തീർന്നു പോയി. അപ്പം കുറച്ച് കപ്പ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കപ്പ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് കണ്ട് ഈ ഒരു കളറിൽ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കതൊരു കോരിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ആ വറുത്തെടുത്ത് വെച്ച കപ്പ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിത് പൊടിച്ചെടുക്കാൻ പോവാണ്. കപ്പ മാത്രമല്ല നമ്മൾ പൊടിക്കാൻ പോണത്, കപ്പയുടെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ കപ്പയുടെ കൂടെ. അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കിർ വെച്ചിട്ട് നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ കിർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കപ്പ എടുക്കണം. എന്നിട്ടും തീർന്നിട്ടില്ല. ഇതിലേക്ക് നമുക്കൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നീടുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ അവസാനം പറഞ്ഞില്ലേ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണമെന്ന്, അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങയാണ്. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ ഉണ്ടല്ലോ എൻ്റെ സാറേ, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വേറെ ലെവലിലേക്കാണ് ഇവൻ്റെ പോക്ക് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമല്ലേ. ഇതും കട്ടൻ കാപ്പിയും കൂടെ ഒന്ന് കഴിക്കണം. ആഹാ, അന്തസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതുപോലുള്ള ലുഡാക്ക് വീഡിയോസും ഒക്കെ ആയിട്ട് റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.